വെള്ളം അടിക്കാനൊന്നും പോയോ? നമ്മുടെ തിരക്കടലിൽ നിന്ന് പിടിച്ച് ഇവിടെ വരുന്ന ഞണ്ടുകൾ ഇവിടെ തന്നെ ഒരു ഇതിന് വാല്യൂ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വിപണനം നടത്തുന്നവർ, എക്സ്പോർട്ട് ചെയ്യുന്നവർ, അവരുടെ ഏജൻറ്റുകൾ തീരത്ത് തന്നെ വന്ന് ഇത് വാങ്ങുകയാണ്. ഇങ്ങനെ തൂക്കിയെടുത്ത് ഇതിനെ ജീവനോടുകൂടി തന്നെ ഒരു പ്രത്യേകതരം കൂടയിലാക്കി. ഇത് അദ്ദേഹത്തിൻ്റെ ഏജന്റാണ്. അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ ഒരു കാർമൽ ആന്റണി. ഇത് എത്ര വർഷമായിട്ട് ചെയ്യുന്നു? ഞാൻ ഒരു 20-25 വർഷമായിട്ട് ചെയ്യുന്നു. ഇത് എങ്ങനെ ഇതിന്റെ ഇപ്പോഴത്തെ വില എങ്ങനെ? ഈ റാളിന്റെ വില എങ്ങനെ ഇപ്പോഴത്തെ നിലവിൽ 1800. അപ്പൊ ഇത് നിങ്ങൾക്ക് കമ്പനിക്കാർ ഈ വില തരും അല്ലേ? നമുക്ക് 1800 രൂപ തരും. നമ്മൾ ഇവിടെ 1700 ഒക്കെ എടുക്കും. വിദേശത്ത് ഭയങ്കര വിലയാണ്. അതായിരിക്കും. ഇതിനകത്ത് ബുക്കണൊക്കെ പിന്നെ കിടങ്ങുന്നുണ്ട്. ഇതും നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് അയക്കത്തേ ഉള്ളൂ? ഇവിടെ ലൈവായിട്ട് തന്നെ പോകണം. ഇത് ചത്തതാ അല്ലേ? ഇത് കുഴപ്പമില്ല. ഇത് ഗോളത്ത് വിദേശികൾ വരുന്ന നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെയാണ് ഇത് പോകുന്നത്. മറ്റേത് ചെന്നൈയിൽ പോയിട്ട് അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. ഏതാ ഈ റാള് ലോബ്സ്റ്റർ പോകുന്നത് ചൈനയിലേക്കാണ്. ഇത് കഴിച്ചിട്ടുണ്ടോ? അച്ഛാ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ. എങ്ങനെയാ ഇതിന്റെ നമുക്ക് ഇതിന്റെ പുഴുങ്ങി കഴിക്കും, അല്ലാതെ കറി വെച്ച് കഴിക്കും. അവരിതിന്റെ സൂപ്പാണോ? എന്താണ് അവരെന്താണെന്ന് ചെയ്ത് നമുക്കറിയില്ല. പക്ഷെ അവിടെ ലൈവായിട്ട് ചെല്ലണം. ലൈവായിട്ട് ചെല്ലണം. എത്ര വയസ്സായി കാർമലേട്ടന്? എനിക്കിപ്പോ 77 വയസ്സായി. അങ്ങനെ കൊണ്ടുപോയി എങ്ങനെ കൂടയില്? ഓറഞ്ച് കൂടയിൽ വെക്കുമ്പോ ഇവൻ ജീവനോട് തന്നെ മദ്രാസ് ചെല്ലുന്ന ഇന്നിപ്പോ വൈകിട്ട് അയച്ചാൽ നാളെ രാവിലെ അവിടെ ചെല്ലുമല്ലോ. നാളെ രാവിലെ അവിടെ ചെല്ലും. അപ്പൊ അവിടുന്ന് പിന്നെ അവരെന്താ ഫ്രീസറിനകത്ത് എങ്ങനെ വെച്ചു? ഇല്ല, അവര് തെർമോകോൾ ബോക്സിനകത്ത് അപ്പോഴും ജീവനുണ്ട്. പിന്നെ ഇവിടെ എത്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ ഉണ്ട്? മരത്തടി, വളവിത്തോപ്പ്? ഇവിടെ വളവിത്തോപ്പിലൊന്നും ഇല്ല. ഇവിടെ ലോസിന് 2 പാർട്ടേ ഉള്ളൂ. ഇവിടെ ഉള്ളു 2 പേരേ ഉള്ളു. 2 പേരെ ഈ പിടിക്കുന്ന അല്ല വരുന്ന ഏജന്റുമാര്. പിടിക്കുന്നവര് വളവിത്തോപ്പില് 20 വള്ളം ഉണ്ട്. ഇത് പണ്ട് എങ്ങനെയായിരുന്നു? കൂടുതലുണ്ടായിരുന്നു. പണ്ട് അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ ലോബ്സ്റ്റർ പിടിക്കുന്നതേ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ ഈ കാലത്തോട് നിങ്ങളുടെ പിൻതലമുറക്കാരെങ്കിലും മത്സ്യബന്ധനത്തിലുണ്ടോ? നിങ്ങളുടെ പിതാവ് ഒരു വലിയ മത്സ്യത്തൊഴിലാളിയായിരുന്നല്ലോ, മിസ്റ്റർ ജോർജ്. അറിയപ്പെടുന്ന ഈ കല്ലിലെ ഒരു വിദഗ്ധനായിരുന്നല്ലോ. അതെ, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ അറിയപ്പെടുന്ന ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ഈ കല്ലിലെ മത്സ്യബന്ധനത്തില് ഇവിടെ ഒരു വഴികാട്ടിയായിരുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വീശുന്നതിലുമൊക്കെ വളരെ അഗ്രഗണ്യനായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ആ പൈതൃകം ഇദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ് മീൻ ഇരിക്കുന്ന സ്ഥലം ഇദ്ദേഹത്തിന് അറിയാവുന്ന പറയുന്നത്. പക്ഷെ ആ രഹസ്യം നിങ്ങൾ പറയാത്ത എന്താ? അപ്പൊ ബാക്കിയുള്ള വള്ളക്കാർ പറയുന്നത് ഇദ്ദേഹത്തിന് ചില കല്ലുകളും അടിത്തട്ടിലെ കല്ലുകളൊക്കെ അറിയാം. അത് ആ രഹസ്യം പുള്ളി പുറത്തു വിടത്തില്ല. അതൊരു പേറ്റന്റ് കിട്ടേണ്ടതാണ്. അല്ലേ? ശരിയല്ലേ? ഇന്നിപ്പോ എത്ര ഞണ്ട് ഉണ്ടാ നമുക്ക്? എണ്ണ ഒന്നും പുള്ളി പറയത്തില്ല. അതൊക്കെ അങ്ങനെ പറഞ്ഞുകൂടാന്നാ. അതിനൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. നമ്മള് അപ്പൊ ഇത് ഈ മോഹത്തല്ലേ ഇത്രയും ആര് പറഞ്ഞു? നല്ല മോഹമല്ലേ? അല്ല, അത്ര സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹം മുഖത്തേക്ക് നോക്കാത്തെന്ന് പറയാൻ. ഇത് കടിച്ചാലേ അത് അത്ര വളരെ
ഇതൊരു വലിയ ഞണ്ടാണ്. അപ്പോൾ അവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ അത് കട്ട് ചെയ്ത് അതാ ഊരി രണ്ട് 200 മറ്റേ അത് മാറ്റി വെച്ചോണ്ടേ അത് ചാക്ക് ഇതെല്ലാം വിപണിയിലേക്ക് പോവുകയാണ്. ഇത് ഇവരുടെ സ്ഥലത്ത് തന്നെ വന്ന് ഇത് വാങ്ങി അവർ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അത്ര വാല്യുള്ള മത്സ്യമായതുകൊണ്ടാണ് ഇതിനിങ്ങനെ. അപ്പോൾ ഇത് വളരെ അപൂർവ മത്സ്യശേഖരങ്ങളുള്ള ഒരു തീരമാണ്. ഇതൊരു അക്ഷയനിധി പോലെ 365 ദിവസം അവർ ഈ മത്സ്യബന്ധനം നടത്തുന്നു. ഇതിപ്പോൾ കിട്ടിയതിൽ ഏറ്റവും വലിപ്പമുള്ള ഞണ്ടാണ്, മനസ്സിലായി? അപ്പോൾ ഇത് അവരെ വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ, ഒരു ഡോക്ടറിൻ്റെ സർജറി ടേബിളിൽ ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ അപൂർവ മത്സ്യങ്ങളുടെ ഒരു കഥ.